ക്രിസ്തേശുനാഥന്റെ പാദങ്ങൾ പിന്തുടരും നാം എന്തു ഭാഗ്യമുള്ളോ പ്രിയരേ, നാം എന്തു ഭാഗ്യമുള്ളോ. നാഥന്റെ കാൽച്ചുവടും നാൾ തോറും പിന്തുടരാൻ മാതൃകയായിടാം, നല്ല മാതൃകയായി. ഓ നാഥന്റെ കാൽച്ചുവടും നാൾ തോറും പിന്തുടരാൻ മാതൃകയായിടാം, നല്ല മാതൃകയായിടാം. ക്രിസ്തേശുനാഥന്റെ പാദങ്ങൾ പിന്തുടരും നാം എന്തു ഭാഗ്യമുള്ളോ പ്രിയരേ, നാം എന്തു ഭാഗ്യമുള്ളോ. നാഥന്റെ കാൽച്ചുവടും നാൾ തോറും പിന്തുടരാൻ മാതൃകയായിടാം, നല്ല മാതൃകയായിടാം. നാഥന്റെ കാൽച്ചുവടും നാൾ തോറും പിന്തുടരാൻ മാതൃകയായിടാം, നല്ല മാതൃകയായിടാം. നമ്മുടെ കരങ്ങളെ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാമല്ലോ. കർത്താവിൻ്റെ എല്ലാ നടത്തിപ്പിനും ആ ദൈവത്തിന് നന്ദിയോടെ സ്തുതിക്കുന്നു. ഈ മാസത്തിൻ്റെ 21-ാം തീയതി ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ നമ്മുടെ ചൊവ്വാഴ്ച ദിവസം കൂടിയൊരുവാൻ, ദൈവസന്നിധിയിൽ ആരാധിക്കുവാൻ, ശക്തമായിട്ട് വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക ദൈവാത്മാവ് അവസരമൊരുക്കി. പ്രത്യേകിച്ച് ഓൺലൈനിൽ കൂടെയും ദൈവാലയത്തിൽ കടന്നു വന്നും ദൈവസന്നിധി പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ക്രിസ്തുവിൻ്റെ നാമത്തിൽ വിശേഷാൽ വന്ദനവും സ്വാഗതവും അറിയിക്കുന്നു. കർത്താവ് നമ്മെ ഐശ്വര്യമായിട്ട് ആദരിക്കുമാറട്ടെ. വചനത്തിൻ്റെ ഒരു ദൈവിക ചിന്ത നമുക്ക് വായിച്ച് പ്രാർത്ഥിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 35-ാമത്തെ വാക്യമാണ് നമുക്ക് ഏറ്റവും സുപരിചിതവും ബൈബിളിലെ ഏറ്റവും ചെറിയ വാക്യവുമാണ്. വായിക്കാം പ്ലീസ്. യേശു കണ്ണുനീർ വാർത്തു. യേശു കണ്ണുനീർ വാർത്തു എന്ന പദമാണ് നാം ഇന്ന് ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്ന വാക്ക്. നമ്മുടെ സൺഡേ സ്കൂൾ ടൈമിൽ നമ്മളധികം കുഞ്ഞപ്രായത്തിൽ നാം ഉപയോഗിച്ച വാക്കാണ് യേശു കണ്ണുനീർ വാർത്തു എന്ന വാക്ക്. വിശുദ്ധ തിരുവചനത്തിലെ ഏറ്റവും ചെറിയ വാക്യമാണ്. എന്നാൽ ബൈബിളിലെ ഏറ്റവും വലിയ വാക്കുകളും പേരുകളൊക്കെ നമുക്ക് നന്നായിട്ടറിയാം. എന്നാൽ ഇന്ന് ഞാൻ ആ വചനത്തിൻ്റെ ഒരു ദൈവിക ചിന്തയിലേക്ക് പോകുന്നത് യേശുവിൻ്റെ കണ്ണുനീർ എന്ന വിഷയവും മനുഷ്യൻ്റെ കണ്ണുനീർ എന്ന വിഷയവും, രണ്ട് വിഷയം നമുക്ക് ചേർത്ത് വെച്ച് ഒന്ന് ചിന്തിക്കുമ്പോൾ നമ്മുടെ കണ്ണുനീരുകൾക്ക് ഒരു ശമനം ദൈവത്തിൻ്റെ ആത്മാവ് വരുത്താൻ സാധ്യതയുണ്ട്. കരച്ചിൽ അല്ലെങ്കിൽ കണ്ണുനീർ, ദുഃഖം, ദുഃഖിപ്പിക്കൽ ഒന്നും മനുഷ്യന് ഇഷ്ടമുള്ള കാര്യമല്ല. എങ്കിൽ പോലും ചില ഇടങ്ങളിൽ നമുക്ക് കരഞ്ഞേ പറ്റൂ. ദൈവാത്മാവ് കരയാൻ തക്കവണ്ണം ചില വഴികളും ഒരുക്കും. പക്ഷെ ആ കരച്ചിൽ എല്ലാ കാലത്തും നിൽക്കേണ്ട കരച്ചിലല്ല, അതിനൊരു ശമനമുള്ള ഒരു കരച്ചിലാണ് എന്നുള്ള കാര്യമാണ് നാം ഇന്ന് പഠിക്കാനും ആ ദൂത് നാം പ്രാപിപ്പാനും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ വചനത്തിൻ്റെ വെളിപ്പാട് ദൈവമക്കൾ ഗൗരവത്തിൽ എടുപ്പാൻ തക്കൻ ഉറപ്പിക്കുന്ന സ്തോത്രം. നമുക്കറിയാം ജീസസ് വെപ്പ്, നമുക്കറിയാം കരച്ചിൽ അല്ലെങ്കിൽ ദുഃഖം എന്നീ വിഷയത്തിനകത്ത് ദൈവത്തിൻ്റെ കരച്ചിൽ അല്ലെങ്കിൽ ദുഃഖം അല്ലെങ്കിൽ വിലാപം നമുക്ക് അറിയാം. രണ്ട്, ഈ കണ്ണുനീർ എന്ന വാക്കിനോ കരച്ചിൽ എന്ന വാക്കിനോ വിവിധമായ പേരുകളുണ്ട്. പുതിയ അശ്രു എന്ന പേര് പറയുന്നുണ്ട്, ബാഷ്പം എന്ന പേര് പറയുന്നുണ്ട്, അതുപോലെ നേത്രാംബു എന്ന പേര് പറയുന്നുണ്ട്, അസ്രം എന്ന പേര് പറയുന്നുണ്ട്. ഈ പേരുകളെല്ലാം ദുഃഖിപ്പിക്കുന്ന, കരയിപ്പിക്കുന്ന, വേദനിപ്പിക്കുന്ന ഒരു വാക്കുകളാണ്. സങ്കടം കൊണ്ടും ഒരു വ്യക്തി കരയും, അപ്പോൾ തന്നെ സന്തോഷം കൊണ്ടും വ്യക്തി കരയും. സന്തോഷം കൊണ്ട് കരയുമ്പോൾ സന്തോഷവും സങ്കടവും ചാലിച്ചു കൊണ്ടുള്ള ഒരു കരച്ചിലുണ്ട്. ഈ കരച്ചിൽ നമുക്കറിയാം
നമ്മൾ പ്രതീക്ഷിക്കാത്ത ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ നീറ്റ് എക്സാമിൻ്റെ റിസൾട്ട് വന്നു. ആ നീറ്റ് എക്സാം റിസൾട്ട് വന്നപ്പോൾ ചില വ്യക്തികളെല്ലാം സന്തോഷം കൊണ്ട് കരയുവാടിയാക്കി. ചില കുഞ്ഞുങ്ങൾ ആ റിസൾട്ട് തനിക്ക് ദുഃഖപരമായി മാറിയതുകൊണ്ട് വേദനയോടെ കരഞ്ഞു. മറ്റൊരു കുഞ്ഞ് തൻ്റെ അപ്പന് കൊടുത്ത വാക്ക് പാലിക്കാൻ കഴിയാത്തത് കൊണ്ട് അപ്പനോട് ഇങ്ങനെ പറഞ്ഞു, സോറി ഡാഡി എന്ന് പറഞ്ഞിട്ട്, സോറി ഫാദർ എന്ന് പറഞ്ഞിട്ട് ആ കുഞ്ഞ് ആത്മഹത്യ ചെയ്തു. എഞ്ചിനീയറിംഗിൽ ആ കുഞ്ഞ് റാങ്ക് ഹോൾഡർ ആയിരുന്നു. പക്ഷേ തനിക്കൊരു ഗവൺമെൻറ് ജോലി വാങ്ങുവാൻ കൊതിച്ചിട്ട് ഗവൺമെൻറ് ജോലി കിട്ടി. അത് പിതാവിന് സന്തോഷമാകാൻ കൊതിച്ചിട്ട് താൻ 6 പ്രാവശ്യത്തിലധികം താൻ എക്സാം എഴുതിയിട്ട് താൻ പാസ്സാകാത്തത് കൊണ്ട് താൻ പറഞ്ഞു ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് കുടുംബത്തെ കരയിപ്പിച്ചിട്ട് കടന്നുപോയ രംഗം കഴിഞ്ഞ ദിവസം മാധ്യമത്തിൽ കൂടി നാം വായിക്കുവാനും കരയിപ്പിച്ച ഒരു ദുഃഖവാർത്തയാണ്. ഇങ്ങനെ വിവിധ രീതിയിൽ കൂടെ കണ്ണുനീര് നമുക്കറിയാം, ദുഃഖിപ്പിക്കുന്ന അവസ്ഥ അറിയാം, കരയിപ്പിക്കുന്ന അവസ്ഥ അറിയാം, ശങ്കപ്പെടുത്ത അവസ്ഥ അറിയാം. ഈ കണ്ണുനീര് എല്ലാം നമ്മെ ഒത്തിരി പാഠങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. നമുക്ക് വികാരമുണ്ട്, വിചാരമുണ്ട്. നാം ചില വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നത് മനുഷ്യന് മാത്രമല്ല മൃഗങ്ങളും ആ വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞ ജീവജാലം മുഴുവനും അതിൻ്റെതായ ദുഃഖങ്ങൾ രേഖപ്പെടുത്തുന്ന അന്തരീക്ഷം നമുക്കറിയാം. യേശു ക്രിസ്തു മരിച്ചപ്പോൾ തന്നെ പ്രകൃതിയും പ്രപഞ്ചം മുഴുവന് കരച്ചിൻ്റെ തെളിവെന്ന വണ്ണം സൂര്യൻ കരിമ്പിടം പോലെ കരുത്തു. നക്ഷത്രങ്ങളും ചന്ദ്രനുമെല്ലാം അതിൻ്റെതായ പ്രകടനപ്പിച്ചു. സകല വൃക്ഷങ്ങളും മൊത്തം അവർ മൊത്തം മൗനം അവലംബിക്കേണ്ടി വന്നു. ഇങ്ങനെ വിവിധ രീതിയിൽ കൂടെ യേശു ക്രിസ്തുവിൻ്റെ മരണം പ്രപഞ്ചത്തിന് ഉൾക്കൊള്ളുവാൻ കഴിയുന്നില്ല. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ കരച്ചിൽ എന്ന വിഷയമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ ഇന്ന് ഈ ദൂത് ശുശ്രൂഷിപ്പതക്കാൻ ആഗ്രഹിക്കുന്ന മേഖല. നമുക്കറിയാം യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ പ്രത്യേകത നമ്മറിയാം. ഒരു ദിവസം എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ ലാസറും അപ്പോൾ തന്നെ ആരൊക്കെയാ പറഞ്ഞാട്ടെ, ലാസറും മാർത്തയും മറിയയും താമസിക്കുന്ന ബഥാനി എന്ന സ്ഥലത്ത് യേശു പോകാതിരിക്കില്ല. എന്ന് പറഞ്ഞാൽ അത്രമാത്രം സ്നേഹമുള്ള കുടുംബം, അത്രമാത്രം കടപ്പാടുള്ള കുടുംബം, അത്രമാത്രം ബന്ധമുള്ള കുടുംബം, യേശു വരണമെന്ന് പ്രതീക്ഷിക്കുന്ന കുടുംബം, യേശുവിന് ആ കുടുംബത്തിൽ പോകണമെന്ന് യേശുവിന് ആഗ്രഹമുള്ള കുടുംബം. അങ്ങനെ ബന്ധങ്ങൾക്ക് ശക്തിയുള്ളത് കൊണ്ടും റിലേഷൻ ശക്തിപ്പെടുന്നത് കൊണ്ടും ആ ബന്ധത്തിന് ശക്തിക്കകത്ത് ഒരിക്കൽ പ്രതീക്ഷിക്കാത്ത ഒരു റിപ്പോർട്ട് അല്ലെങ്കിൽ ഒരു ന്യൂസ്, ഒരു ബാഡ് ന്യൂസ് ആ ഗ്രഹത്തിൽ നിന്ന് വന്നപ്പോൾ അത് ഉൾക്കൊള്ളുവാൻ കഴിയാത്ത യേശു തൻ്റെ സ്നേഹിതന്റെ മരണത്തിൽ കല്ലറയ്ക്കൽ മുമ്പിൽ പോയതുകൊണ്ട് കരയുന്ന ഒരു രംഗമാണ് നമുക്ക് കാണുവാടിയാക്കി. സ്തോത്രം, ഹല്ലേലൂയ. കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ടോ? കർത്താവിൻ്റെ വിശ്വസ്തതയ്ക്ക് നന്ദിയോടെ വാഴ്ത്തുന്നു. എനിക്ക് കഴിഞ്ഞ ചൊവ്വാഴ്ചയും കഴിഞ്ഞ വ്യാഴാഴ്ച ഒരു ദുഃഖ അന്തരീക്ഷത്തിൽ പോയി, അറിയാതെ കണ്ണീരൊഴുക്കി പോയി, അറിയാതെ കരഞ്ഞു പോയി. കാര്യം അത്രമാത്രം ആ കുടുംബമായിട്ടുള്ള ബന്ധവും പലപ്പോഴും എനിക്ക് വെച്ച് വിളമ്പി എന്നെ സന്തോഷിപ്പിച്ച ഒരു അനുഗ്രഹിക്കപ്പെട്ട കുടുംബവും വ്യക്തിയുമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പെട്ടെന്ന് വേർപെട്ട് പോയി. അപ്പോൾ നമ്മളെ ശരിക്കും കരയിപ്പിക്കുന്നു, ശരിക്കും ദുഃഖിപ്പിക്കുന്നു, ചിന്തിപ്പിക്കുന്നു. ഒരിക്കലും അങ്ങനൊരു വ്യക്തിക്ക് വരാൻ പാടില്ല എന്ന് തോന്നത്തക്കവണ്ണമുള്ള വിഷമങ്ങൾ അകത്ത് വരുന്നുണ്ട്. എന്നാൽ ഇവിടെ യേശുവിൻ്റെ കണ്ണീർ, നമുക്കതിനകത്ത് യേശുവിൻ്റെ കണ്ണുനീരിൻ്റെ പ്രകടിപ്പിച്ചതിൻ്റെ ആ വിശേഷത ഒന്ന് ആത്മാവിലൊന്ന് ധ്യാനിച്ച ശേഷം നമുക്ക് ദൈവസന്നിധി പ്രാർത്ഥിക്കാം. ഒന്ന്, യേശുവിൻ്റെ കണ്ണുനീരിൻ്റെ പ്രത്യേകത, യേശു ക്രിസ്തു കരഞ്ഞതിൻ്റെ പ്രത്യേകത, യേശു ക്രിസ്തുവിന് ആ കുടുംബത്തോട് കാണിച്ച ബന്ധത്തിൻ്റെ ശക്തി പ്രകടനമായിരുന്നു ആ യേശുവിൻ്റെ കരച്ചിൻ്റെ പ്രത്യേകത. രണ്ടാമത്തെ വിഷയം എന്ന് പറയുമ്പോൾ യേശുവിന് ഒരു മനുഷ്യൻ്റെ ദുഃഖം അറിയുന്നു എന്നും ആ ദുഃഖം യേശു മനസ്സിലാക്കുന്നു എന്നും മനസ്സിലായിട്ടുള്ള ഒരു പ്രകടനമായിരുന്നു. അതുകൊണ്ട് യഹൂദന്മാർ മൊത്തം പറഞ്ഞ വാക്ക്, ദേ നോക്ക്, യേശുവിൻ്റെ കണ്ണുനീര് കണ്ടോ? അപ്പോൾ എന്തുമാത്രം ആ കുടുംബത്തോട് ആ വ്യക്തിക്ക് എന്തുണ്ടായിരുന്നു? യേശുവിന് എന്തുണ്ടായിരുന്നു? സ്നേഹമുണ്ടായിരുന്നു. ആ കുടുംബങ്ങൾ പറഞ്ഞ വാക്കാണ്. ഒന്ന് വായിച്ച് ആ വാക്ക് താഴോട്ട് 36-ാമത്തെ വാക്യം. ആകെ യഹൂദന്മാർ
ആകയാൽ യഹൂദന്മാർ കണ്ടോ അവനോട് എത്ര പ്രിയമുണ്ടായിരുന്നു. ആ ലാസറിനോട് യേശുവിന് എത്ര പ്രിയമുണ്ടായിരുന്നു. ഒരു കരച്ചിൽ യേശു ചെയ്തപ്പോൾ ആമെ കുറ്റപ്പെടുന്ന യഹൂദന്മാര് മൊത്തം വിളിച്ചു പറയുന്നു, കണ്ടോ ആ വ്യക്തി ലാസറിനോട് ആമെ എന്തുമാത്രം ബന്ധമുണ്ടായിരുന്നു, ആ കുടുംബത്തിന് എന്തുമാത്രം സ്നേഹമുണ്ടായിരുന്നു. ഇന്ന് രാവിലെ യേശു ക്രിസ്തുവിന്റെ കണ്ണുനീരിന്റെ പ്രത്യേകത, ആമെ യേശുവിനോട് കൂടെ ആരൊക്കെ രാവും പകലും ബന്ധം പുലർത്തി നിൽക്കുന്നുവോ, ആ ബന്ധം പുലർത്തി നിൽക്കുന്ന വ്യക്തികൾക്ക് എന്തെങ്കിലും ആക്സിഡൻസിന് പെട്ടെന്നൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ യേശുവിൻ്റെ കണ്ണറിയാതെ നിറയും, യേശുവിൻ്റെ കണ്ണറിയാതെ പൊഴിയും, യേശുവിൻ്റെ ഇടപെടലുകൾ പെട്ടെന്ന് വരിക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ഞാൻ ആ ഭാഗം ദൈവമക്കൊണ്ട് സ്ഥാപിച്ച് പറയുമ്പോൾ യേശു കണ്ണുനീർ വാർത്തു എന്ന വാക്കുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ യേശുവിൻ്റെ കണ്ണുനീരിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞത്, യേശുവിനോടുള്ള ആമേ ലാസറിൻ്റെയും ആ മാർത്തയുടെയും മറിയയുടെയും ആഴമായ ബന്ധം അവിടെ തെളിവായിട്ട് വരികയാണ്. ഇപ്പം നമ്മൾ സഭയ്ക്കകത്ത് എല്ലാവരും വളരെ അനുഗ്രഹത്തോടും വളരെ ഐക്യതയോടും നല്ല സ്നേഹത്തോടു കൂടിയാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ ഇടയിൽ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയാസം വന്നു കഴിഞ്ഞാൽ അവർ ആലയത്ത് വന്ന് കരഞ്ഞ് സാക്ഷ്യം പറയുകയോ നമ്മോട് സംസാരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ സഭയുടെ ആത്മീയ ബന്ധം അനുസരിച്ച് നമ്മളൊരു ഒരു കരച്ചിൽ അവിടെ ഉണ്ടാകും. സ്തോത്രം. മനസ്സിലാവുന്ന സ്തോത്രം ചെയ്യാമോ? ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ചർച്ചിൽ ശുശ്രൂഷിക്കാൻ പോയി. ആ ചർച്ചിൽ ശുശ്രൂഷിക്കാൻ പോയപ്പോൾ വളരെ മനോഹരമായ ചർച്ചായിരുന്നു. ആ ശുശ്രൂഷിക്കാൻ പോയപ്പോൾ കുറച്ച് ദിവസമായിട്ട് എന്തോ ഒരു മാനസിക പ്രയാസം ആ കർത്താവിൻ്റെ ദാസനും ദാസിയും കുഞ്ഞുങ്ങളും സഭയുടെ ദൈവമക്കളുമായിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ആ വിഷയത്തിൻ്റെ ആഴം അറിയത്തില്ല. എന്നാൽ ഞാൻ ദൈവാത്മാവ് ദൂതുമായിട്ട് ശുശ്രൂഷിക്കാൻ തുടങ്ങിയപ്പോൾ ആ ശുശ്രൂഷ നിമിത്തം ഞാൻ ആ പാസ്റ്റോട് പറഞ്ഞു, പാസ്റ്റേ ഇന്ന വാക്യമൊന്ന് വായിക്കാമെന്ന് പറഞ്ഞപ്പോൾ ആ ദൈവദാസന് വായിച്ച് മുഴുപ്പിക്കാൻ പറ്റിയില്ല. അദ്ദേഹം വായിച്ചു തുടങ്ങി. ആ വായനയ്ക്കകത്ത് തൻ്റെ ദൂതാണെന്ന് മനസ്സിലാക്കിയപ്പോൾ തന്നെ എത്രമാത്രം ദൈവം അറിയുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് അദ്ദേഹം വാക്ക് വായിച്ചു വന്നു. പെട്ടെന്ന് തൻ്റെ തൊണ്ട ഇടറി, തൻ്റെ കണ്ണ് നിറഞ്ഞു. പെട്ടെന്ന് തൻ്റെ കണ്ണാടി ഇടയിൽ കൂടി കണ്ണിലൊഴുകുത്താൻ തുടയ്ക്കുന്നു. വായിക്കാൻ ബന്ധപ്പെട്ടു. പക്ഷേ തനിക്ക് വായിച്ച് മുഴുപ്പിക്കാൻ കഴിയാത്ത വന്നപ്പോൾ മറ്റൊരു വിശ്വാസിയാണ് ബാക്കി വാക്യം വായിച്ചത്. അങ്ങനെ തൻ്റെ കണ്ണ് നിറഞ്ഞപ്പോൾ തന്നെ സഭയ്ക്കകത്ത് ചെറിയൊരു കണ്ണുനീരിൻ്റെ ഒരു അനക്കം അവിടെ വെച്ചു. അത് രാവിലെ സെക്ഷനിലാണ്. വൈകുന്നേര സെക്ഷമായപ്പോൾ ഞാൻ അല്പം വിശ്രമിച്ചു. എന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഞാൻ താഴോട്ട് ചർച്ചിലേക്ക് ഇറങ്ങി വരുമ്പോൾ ദൈവം എന്നോട് പറഞ്ഞു, ഈ ദൈവദാസനെയും ദാസിയെയും 2 കുഞ്ഞുങ്ങളെ മുമ്പോട്ട് വിളിച്ച് നിർത്തിയിട്ട് അവർക്കായിട്ട് സഭ പ്രാർത്ഥിക്കാൻ തക്കണ ആവശ്യപ്പെടാൻ പറഞ്ഞു. കാര്യം ദൈവദാസൻ്റെ കണ്ണുനീര് ആ കുഞ്ഞുങ്ങളുടെ മാനസിക വിഷമങ്ങൾ സഭയെ സാരമായി ബാധിക്കുന്നു. താൻ കരയേണ്ട കാരണം ദൈവാത്മാവ് രാവിലെ വെളിപ്പെടുത്തി. അത് പാസ്റ്റ് ഞെട്ടിപ്പോയി. ഇതാരാ അദ്ദേഹം പറഞ്ഞ വാക്കാണ്, ഒരു വ്യക്തി പറഞ്ഞു കൊടുത്ത് പറഞ്ഞാൽ പോലും ഇത്രയും തെളിവായിട്ട് പറയാൻ ഒക്കത്തില്ല. അത്രമാത്രം അടുക്കടുക്കായിട്ട് ആത്മാവ് സംസാരിച്ചെന്ന് ഓർത്തിട്ട് അദ്ദേഹം കണ്ണീരോടുകൂടിയാണ് ആ സാക്ഷ്യം പരിപാടിയാക്കിയത്. അപ്പോൾ വൈകുന്നേരമായപ്പോൾ ഞാൻ അദ്ദേഹത്തെ ലാസ്റ്റ് നൃത്തത്തൊട്ട് മുമ്പിൽ പാസ്റ്റേയും വൈഫിനെ 2 കുഞ്ഞുങ്ങളെ മുമ്പോട്ട് വിളിച്ചിട്ട് ഞാൻ പാസ്റ്റയെക്കുറിച്ച് ഒരു വെളിപ്പാട്, കുടുംബത്തെ വെളിപ്പാട് പറഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പോൾ വളരെ 85 വയസ്സ് പ്രായമുള്ള പിതാവ് മുതൽ സകല മാതാക്കളും കുഞ്ഞുങ്ങളും നിറഞ്ഞിരിക്കുന്നതായ ആ സഭാമണ്ഡലത്തിൽ നിന്ന് എല്ലാവരും പൊട്ടിക്കരയാൻ തുടങ്ങി. വളരെ കരച്ചിലായിരുന്നു. അവരൊരിക്കലും പ്രതീക്ഷിച്ചില്ല. അവർ പാസ്റ്റർ എനിക്ക് സ്പെഷ്യൽ സ്വത്രക്കാഴ്ച കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, പാസ്റ്റേ എനിക്ക് ഒരിക്കലും പാസ്റ്റർ മറക്കാൻ ഒക്കത്തില്ല. എൻ്റെ ശുശ്രൂഷയിൽ ഇങ്ങനൊരു ദൈവദാസനെ ഞാൻ അനുഭവിച്ചിട്ടില്ല. കാര്യം ആ അടുക്കടുക്കായിട്ട് വളരെ വ്യക്തമായിട്ട് ഒരു ചെറിയ വിഷയത്തെ പോലെ എനിക്ക് അറിയാവുന്ന വിഷയം ആട് പറയാത്ത വിഷയത്തെ പോലും ആത്മാവത് മനസ്സിലാക്കിയിട്ട് എൻ്റെ കണ്ണുനീരറിഞ്ഞ് എൻ്റെ ഹൃദയത്തിൽ വേദന അറിഞ്ഞിട്ട് എൻ്റെ ദുഃഖം മനസ്സിലാക്കിയിട്ട് ദൈവാത്മ ഇടപെട്ടപ്പോൾ എനിക്കൊരിക്കൽ പോലും ദൈവദാസനെ മറക്കാൻ പറ്റാത്ത നിലയിൽ ഒരു ആത്മബന്ധം എനിക്ക് തന്നു. ഞാൻ ഇന്ന്
രാവിലെ പറയാ നമ്മുടെ ഓരോ കണ്ണുനീരുകളും ബന്ധങ്ങൾ ഉറപ്പിക്കുന്നു, ബന്ധങ്ങൾ സ്ഥാപിക്കുന്നു. സ്തോത്രം. ഞാൻ ആരാധന ഇറങ്ങി വരുമ്പോൾ ഒരു പ്രായമുള്ള സഭയുടെ സെക്രട്ടറിയോ ഖജാൻജിയോ എന്തോ കമ്മിറ്റിക്കാരന് ഓടി വന്ന് കെട്ടിപ്പിടിച്ചിട്ട് അദ്ദേഹം കരഞ്ഞിട്ട് പറഞ്ഞ വാക്ക്, പാസ്റ്റേ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായി, ഞങ്ങളെയും പാസ്റ്റയും തമ്മിൽ ഒന്നിപ്പിച്ചല്ലോ. സ്തോത്രം. ഞങ്ങൾ ഇത്രയും വേദന ഞങ്ങളുടെ പാസ്റ്റർക്കുള്ള കാര്യം ഞങ്ങൾക്ക്, പക്ഷേ ആത്മാവ് അത് തിരിച്ചറിഞ്ഞപ്പോഴാണ് അദ്ദേഹം എൻ്റെ വണ്ടി കിടക്കുന്ന അടുത്തവരെ വന്നിട്ട് എൻ്റെ ഡോർ തുറന്നിട്ട് എന്നെ കയറ്റിയിട്ട് പറഞ്ഞു, ചാറ്റ പറഞ്ഞിട്ട് പാസ്റ്റർ ഇനിയും വരണമേ എന്ന് പറഞ്ഞു. കാര്യം സഭ അങ്ങ് വേറൊരു ലെവലിലേക്കായി. സ്തോത്രം. ഞാൻ പറഞ്ഞ ഒരു കണ്ണുനീരിൻ്റെ ശക്തി ബന്ധങ്ങൾക്ക് ശക്തി കൊടുക്കുക. സ്തോത്രം. മനസ്സിലാകുന്നുണ്ടോ? ഒരു കണ്ണുനീര്, യേശുവിൻ്റെ കരച്ചിൽ കണ്ട യഹൂദന്മാർ പറയും, കണ്ടോ അവൻ ആ കുടുംബമായിട്ട് ബന്ധം എന്താണ്, ആ കുടുംബമായിട്ട് അവൻ്റെ ആർത്തി എന്തായിരുന്നു, ആ കുടുംബമായിട്ട് അദ്ദേഹത്തിൻ്റെ അടുപ്പം എന്തായിരുന്നു എന്ന് കണ്ണുനീര് കൊണ്ട് നമുക്ക് മനസ്സിലായി. ഇന്ന് രാവിലെ ഈ ആലയത്തിൽ നിന്നുകൊണ്ട് ഞാൻ പരിശുദ്ധാത്മാവിൽ ശുശ്രൂഷിക്കുമ്പോൾ നാം കരയുകയോ എൻ്റെ യേശു കരയുകയോ ചെയ്തു കഴിഞ്ഞാൽ ആ കരച്ചിൽ കാണുന്ന സമൂഹത്തിന് മനസ്സിലാകുക ദൈവമായിട്ടുള്ള ബന്ധം ശക്തമാകുന്നു എന്ന് അവർക്ക് പരസ്യമായി ബോധ്യപ്പെടുവാടിയ തിരുശോത്ര. അപ്പോൾ അതിനകത്ത് എന്താ മനസ്സിലാക്കുന്ന കാര്യം? യേശുവിൻ്റെ കണ്ണിന് പ്രത്യേകത എന്താ? ബന്ധങ്ങൾ എന്ത് ചെയ്യുക? ഉറപ്പിക്കുന്ന കണ്ണീരാണ്. യേശുവിൻ്റെ കണ്ണിൻ്റെ പ്രത്യേകത പറയാം. യേശുവിൻ്റെ കണ്ണിൻ്റെ പ്രത്യേകത ഒന്ന്, ബന്ധങ്ങളെ എന്ത് ചെയ്യുക? വീണ്ടും ശക്തിപ്പെടുത്തി ഉറപ്പിക്കുന്നു. പ്രൈസ് ഗോഡ്. യേശുവിൻ്റെ ബന്ധം ലാസറിനോട് അദ്ദേഹത്തിൻ്റെ നഷ്ടത്തിൽ യേശു കണ്ണീര് വാർത്തു. രണ്ട് പെൺകുട്ടികൾക്ക് അപ്പനില്ലായിരുന്നു, അമ്മയുമില്ല. ഇനി സഹോദരൻ നഷ്ടപ്പെട്ടു പോയ വേദനയുണ്ട്. അങ്ങനെ ഒരു സാഹോദര്യ സ്നേഹം, ഒരു കരുതൽ കൂടെ അവിടെ കാണുകയാണ്. ആകെയുള്ള ഒരു താങ്ങായിരുന്നു ലാസർ. അദ്ദേഹം മരിച്ചു പോയപ്പോൾ യേശുവേ ദൈവമേ യേശു ദൈവമേ ഈ കുടുംബത്തിന്റെ അവസ്ഥ എന്തായിത്തീരും? രണ്ട് പെൺ സഹോദരിമാർ നിൽപ്പുണ്ട്, അവരെ ആര് പരിപാലിക്കുക, അവരെ ആര് സംരക്ഷിക്കുമെന്ന് ചിന്ത ഉണ്ടായി. ഇതെല്ലാം ഓർത്തിട്ട് കരുതലിൻ്റെ കണ്ണുനീര് കൂടിയാണ് കർത്താവ് ഒഴിച്ചത്. രണ്ടാമത്തെ കരച്ചിൽ ഏതാ? കരുതലിൻ്റെ കരച്ചിൽ. അങ്ങനെ പറയണം. ഇങ്ങനെയാണ് കരുതലിൻ്റെ കരച്ചിൽ. ഒന്നാമത്തെ യേശുവിൻ്റെ കണ്ണിൻ്റെ പ്രത്യേകത പറഞ്ഞ് ബന്ധത്തിൻ്റെ പ്രകടനമായിരുന്നു. ബന്ധത്തിൻ്റെ യേശുവിനോടുള്ള അവരുടെ ആഴമായ ബന്ധത്തിൻ്റെ പ്രകടനമായിരുന്നു യേശുവിൻ്റെ കണ്ണിൻ്റെ പ്രത്യേകത. രണ്ടാമത്തെ യേശു ക്രിസ്തുവിന്റെ കണ്ണിന് പ്രത്യേകത കരുതന്റെ കണ്ണിലാണ്. ഈ കുഞ്ഞിന്റെ ഈ രണ്ട് സഹോദരിമാരുടെ അവസ്ഥ എന്തായി തീരും, ആരെ സംരക്ഷിക്കും, ആരെ പരിപാലിക്കും എന്നുള്ള ചിന്ത ഒരു സഹോദരി സ്നേഹത്താൽ യേശുവിന്റെ കണ്ണുനീർ പ്രകടനമായി. ഇന്ന് എന്റെ ദൈവമക്കളോട് ഈ വാശ പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മ നിയോഗത്തെ പറയാ, യേശു കണ്ണുനീർ എനിക്ക് വേണ്ടി വാർത്തിട്ടുണ്ടെങ്കിൽ, യേശു എനിക്ക് വേണ്ടി കരഞ്ഞിട്ടുണ്ടെങ്കിൽ, യേശു എനിക്ക് ദുഃഖിച്ചിട്ടുണ്ടെങ്കിൽ, അതിൽ ഒന്നാമത്തെ കാര്യം ഞാനും എൻ്റെ യേശു ബന്ധമാണ്. രണ്ട്, എനിക്ക് വേണ്ടി എൻ്റെ യേശു കരുതുന്നു എന്ന് തെളിവാണ്. സ്തോത്രം. ഇത് നമ്മൾ പറഞ്ഞാൽ, ഇത് നമ്മൾ ചിന്തിച്ചാൽ, നമ്മൾ ഞാൻ ചോദിക്കുക, അങ്ങനെ കരയുന്നൊരു ദൈവമാണോ നമ്മുടെ ദൈവം? യെസ്. യേശു പോലും കരഞ്ഞുപോയി അല്ലേ? യേശു കരഞ്ഞതിൻ്റെ കാരണം യേശു പൂർണ്ണ മനുഷ്യനായതുകൊണ്ടാണ്. യേശു പൂർണ്ണ മനുഷ്യനും യേശു പൂർണ്ണ ദൈവമാണ്. ഇവിടെ നമ്മൾ പ്രകടനം കാണുന്നത് യേശു പൂർണ്ണ മനുഷ്യനാണ്. ആ മനുഷ്യത്വം കാണിച്ചതാണ്. ഇത്രയും മനുഷ്യത്വമുള്ളൊരു യേശു. അത് ഒന്ന്, ആ ബന്ധത്തിൻ്റെ ശക്തിയാണ്. രണ്ടാമത്തെ കാര്യം, ആമേ കരുതൻ്റെ ഒരു കണ്ണുനീരാണ്. ഇതെല്ലാം ഇവിടെ പോയി ചേർന്ന് നമുക്കറിയാം. ഇനി മൂന്നാമത്തെ വാക്ക്, ആ കുടുംബത്തിനോടുള്ള അനുകമ്പമാണ്. എന്താ അനുകമ്പം? അനുകമ്പം എന്ന വാക്കിൻ്റെ അർത്ഥം പറഞ്ഞാമോ? അനുകമ്പം എന്ന വാക്കിൻ്റെ അർത്ഥം, അനുകമ്പം സ്നേഹത്തിൻ്റെയും അപ്പോൾ തന്നെ കരുതലിൻ്റെയും അപ്പോൾ തന്നെ സംരക്ഷണയുടെയും ഏറ്റവും സൂപ്പർ ഡിഗ്രിയാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പത്തനാപുരത്ത് ഒരു വൃദ്ധസദനം ഉണ്ട്. ആ വൃദ്ധസദനത്തെ നമ്മുടെ ബഹുമാനീയ ബിസിനസ് സാമ്രാട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആരാ? ഈ യൂസഫ് അലി. അദ്ദേഹം ആദ്യം 5 കോടി കൊടുത്തു, പിന്നെ കോടി കൊടുത്തു. അവിടെ അദ്ദേഹം പണിയിപ്പിച്ചു. അദ്ദേഹം വർഷത്തിലോ അല്ലെ ഇവിടെ വരുമ്പോഴൊക്കെ അദ്ദേഹം പോകാറുണ്ട്. പോയിട്ട്
അവിടുത്തെ അമ്മമാരെയൊക്കെ കെട്ടിപ്പിടിച്ച് ചുംബിച്ച് അവിടെ ഒപ്പം ഭക്ഷിച്ച് അവരെ കുശലങ്ങൾ അന്വേഷിച്ച് സ്നേഹിച്ച് കൊടുത്തിട്ട് ഇപ്പുറം പറയും, ഞാൻ ഇവരെ കാണുന്നത് എൻ്റെ സ്വന്തം അമ്മയെ പോലെയാണ് കാണുന്നത്. ഇവരെ കാണുമ്പോൾ എൻ്റെ അമ്മയെ ഓർമ്മ വരും. കാര്യം അമ്മയാണ് എല്ലാറ്റിനും എല്ലാം. അതുകൊണ്ട് അമ്മയെ കാണുന്നത് കൊണ്ടാണ് ആ കണ്ണുനീര് കണ്ട അമ്മമാരെ കരയാൻ പാടില്ല. അദ്ദേഹത്തിൻ്റെ അമ്മമാരെ കരയാൻ പാടില്ല, അമ്മമാരെ കരയിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അവരെ കരയാതിരിക്കാൻ തക്കവണ്ണം കൊടുക്കുന്ന ഒരു അനുകമ്പയാണ്. പ്രൈസ് ഗോഡ്. അപ്പോൾ ഇവിടെ നോക്കണം, ഇനി ഈ ലാസന്റെ പെങ്ങന്മാര് കരയാൻ പാടില്ല. അവർ കരയാതിരിക്കാൻ തക്കവണ്ണം അനുകമ്പയോടെ കരച്ചിലാണ്. ഈ കരച്ചിൽ കൊണ്ട് നിർത്തിയത് ഉയർപ്പിന് വേണ്ടിയുള്ള കരച്ചിലാണെന്ന് പറയുന്നത്. സ്വത്രം മറക്കരുത്. ഈ കണ്ണുനീര് എന്തിനാ? ഉയർച്ചയ്ക്ക് വേണ്ടി കരച്ചിലാണ്. ഈ കണ്ണുനീര് റെസറക്ഷൻ ആമയുടെ കരച്ചിലാണ്, ഒരു ഉയർപ്പിക്കേണ്ട കരച്ചിലാണ്. ഇന്ന് രാവിലെ ആത്മാവിൻ ഞാൻ ദൂത് പറയാ, യേശു നമ്മുടെ മധ്യേ വന്ന് ഒരു തുള്ളി കണ്ണുനീര് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾക്ക് ഒന്ന്, യേശുവിൻ്റെതായ ബന്ധം അറിയുന്നു. മൂന്ന്, യേശുവിന്റെ കരുതൽ കാണുന്നു. മൂന്നാമത്തെ കാര്യം യേശുവിന്റെ അനുകമ്പ കാണുന്നു. നാലാമത്തെ കാര്യം യേശുവിന്റെ കൂടെ ഉയർപ്പിന് വേണ്ടി, ഉയർച്ചയ്ക്ക് വേണ്ടിയാണ് ആ കണ്ണുനീര് അവിടെ ഇറങ്ങി വന്ന വാക്ക്. ഈ രാവിലെ ഉപവാസത്തിരിക്കുന്ന മക്കളെ, ആമേ, നമ്മുടെ കരച്ചിന്റെ പുറകില് എന്റെ കർത്താവ് ഒരു തുള്ളി കണ്ണീരൊഴിക്കുക, ഒന്ന് കരഞ്ഞ് പുറത്തുവയ്ക്കുമ്പോൾ തന്നെ ആമേ ഒരു വിടുതൽ ശബ്ദം നമുക്കവിടെ കാണാൻ പറ്റും. സ്തോത്ര. ഇനി ഞാനതിൻ്റെ ഒരു ചെറിയൊരു ആശയം കൂടി പെട്ടെന്ന് പറയാം, വായിക്കാം. സ്തോത്ര. ഹോശേയ പ്രവാചക പുസ്തകം 12-ാമത്തെ അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം വായിച്ചിടാമോ? ഹോശേയ പ്രവാചക പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം. അവൻ ദൂതനോട് പൊരുതി ജയിച്ചു, അവൻ കരഞ്ഞു അവനോട് അപേക്ഷിച്ചു, അവൻ ബേഥേലിൽ വെച്ച് അവനെ കണ്ടെത്തി, അവിടെ വെച്ച് അവൻ നമ്മോട് സംസാരിച്ചു. ഒരു യാക്കോബ് യാബോക്ക് കടൽ വെച്ച് കരയുന്നു. ഈ കരച്ചിൽ എന്തിന്റെ കരച്ചിലാ? ഈ കരച്ചിൽ അവന്റെ ഭാവി കണ്ടുള്ള കരച്ചിലാണ്. മനസ്സിലാവും? ഒരു ആമേൻ പറയാമോ? ഈ കരച്ചിൽ ഭാവി കണ്ട് കരച്ചിലാണ്. അങ്ങനെയെങ്കിൽ ഈ ദൂതിനോട് ചേർന്ന് 5-ാമത്തെ ഒരു പോയിന്റ് ഇടാമല്ലോ. എന്ത് കണ്ടിട്ടാണ് ആമേ യേശു കരഞ്ഞത്? ആമേ ആ കുടുംബത്തിന്റെ ഭാവി കണ്ടിട്ടാ കരഞ്ഞത്. യാക്കോബ് ആ കുടുംബത്തിന്റെ തൻ്റെ കുടുംബത്തിന്റെ തൻ്റെ 2 ഭാര്യമാരുടെയും തൻ്റെ 2 കുഞ്ഞുങ്ങളുടെ മേൽ തൻ്റെ 12-13 മക്കളുടെയും കാര്യം നോക്കിയിട്ടാണ് കരഞ്ഞത്. ആ കണ്ണുനീര്, ആ കരച്ചിൽ, ആ ദുഃഖം, ആ വിഷമം ആ കുടുംബത്തിനകത്ത് ഒരു ഭാവി നിർണയിക്കുന്ന കരച്ചിലാണ്. ഞാൻ ഇന്ന് രാവിലെ സമയം ഈ പ്രാർത്ഥന ഞാൻ ഉറപ്പിച്ചു പറയാം, യേശുവിന്റെ കരച്ചിലും നമ്മുടെ ഭാവി കണ്ടിട്ടാണ്. യേശു ദുഃഖിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭാവി റെഡി ആയിട്ടുള്ളതാണ്. യേശു കരഞ്ഞിട്ടുണ്ടെങ്കിൽ നാം ഉയർക്കാൻ പോകുന്നുവെന്നാണ്. യേശു കരഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണ്ടി കരുതിയിട്ടുണ്ടെന്നാണ്. യേശു കരഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബന്ധങ്ങൾക്ക് ശക്തി ഉണ്ടായെന്നാണ്. ഈ രാവിലെ പറയാ, യേശു കരഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പാ എനിക്ക് വേണ്ടി അങ്ങ് കരഞ്ഞുവെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് വരെ അനുഭവിച്ച സകല നേട്ടങ്ങളും അങ്ങനെക്ക് വേണ്ടി കരഞ്ഞതിൻ്റെ പരസ്യ തെളിവാണ്. സ്തോത്ര. ഞാൻ അതിനകത്ത് ഒരു വാക്കുകൂടി കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുന്നത്, 6-ാമത്തെ ഒരു കാര്യം, കണ്ണുനീർ യേശു കാണിച്ചത് ആഴമായൊരു പങ്കുചേരലാണ്. ആ പങ്കുചേരെന്ന് പറയുമ്പോൾ 2 ഇംഗ്ലീഷ് വേർഡ് നമുക്ക് അറിയാവുന്ന വേർഡാണ്. ഒന്ന്, സിമ്പതി എന്നൊരു പദം കിടപ്പുണ്ട്. 2, എമ്പതി എന്നൊരു പദം കിടപ്പുണ്ട്. സിമ്പതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കയ്യിരിക്കുന്ന സാധനം എൻ്റെ കയ്യിലോട്ട് വന്നു, എനിക്ക് ഇഷ്ടപ്പെട്ട ആ സാധനം, എൻ്റെ അദ്ദേഹത്തെ കഴിക്കുന്ന സാധനം ഇഷ്ടപ്പെട്ടപ്പോൾ ആ ഇഷ്ടപ്പെട്ട കാര്യം എൻ്റെ കയ്യിലോട്ട് വരണമെങ്കിൽ ഞാൻ അദ്ദേഹത്തെ ഒന്ന് സോപ്പിടുകയോ പൊക്കി പറയുകയോ അദ്ദേഹത്തെ ഒന്ന് ഒരു എന്തുവാ പൊയ്മുഖം കാണിച്ച് ഒരു സ്നേഹപ്രകടനമൊക്കെ കാണിച്ചാൽ ചിലപ്പോൾ എനിക്ക് അദ്ദേഹം അത് തരാൻ സാധ്യതയുണ്ട്. അതിനെ പറയുന്ന പേരാണെന്ന് സിമ്പതിയാണ്. സ്തോത്രം. എന്നാൽ എമ്പതി അങ്ങനെയല്ല. എമ്പതി എന്ന നല്ല മലയാളം വേർഡ് ഇഴുകിച്ചേരുക എന്ന് പറഞ്ഞ ഒരാൾ സന്തോഷത്തിൽ കൂടെ നിൽക്കുക, ഒരാൾ ദുഃഖത്തിൽ കൂടെ നിൽക്കുക, അവർ ജയത്തിൽ കൂടെ നിൽക്കുക, അവർ പരാജയത്തിൽ കൂടെ നിൽക്കുക എന്ന് പറഞ്ഞാൽ ഒരു സമൂഹമോ വ്യക്തിയോ കുടുംബമോ സഭയോ അനുഭവിക്കുന്ന ആ പ്രശ്നത്തിൽ കൂടെ എന്ത് ചെയ്യുക? നിൽക്കുക. അല്ലാതെ ഒറ്റപ്പെടുത്തുകയില്ല. നിൽക്കുന്ന വ്യക്തിക്ക് കൊടുത്ത പദമാണ് എമ്പതി പേഴ്സൺ എന്നാണ്. എന്ന് പറഞ്ഞ ഇഴുകിച്ചേർന്ന വ്യക്തി എന്നാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ യേശുവിന്റെ
കരച്ചിൽ ഇഴുകിച്ചേരുന്നു, ആ കുടുംബത്തോട് ഇഴുകിച്ചേരുന്നു. ആമേ കരയുന്നവരോടുകൂടെ കരയുന്നുവെന്ന് ബൈബിൾ പറയുന്നു. ആമേ ദുഃഖിക്കുന്നവരോട് ദുഃഖിക്കുന്ന വാക്കാകുന്നു. ആമേ വീണ്ടും പറയുന്ന വാക്കാണ് ആമേ വിലാപ വീട്ടിൽ പോകണം. ആമേ വിരുന്ന് വീട്ടിൽ പോകുന്നതിനേക്കാളും നല്ലത് ആമേ വിലാപ വീട്ടിൽ പോകണം എന്ന് പറഞ്ഞ അർത്ഥം യേശു അവിടെ കണ്ണുനീരിൽ, യേശുവിന്റെ ദുഃഖത്തിൽ ആമേ എമ്പതി കാണിച്ചു, ഇഴുകിച്ചേർന്നു. അതുകൊണ്ട് എന്ത് പറ്റി? ആ ഇഴുകിച്ചേർന്ന് ഒറ്റ നിമിഷം കൊണ്ട് മാർത്തയുടെ മറിയുടെയും ആ ദുഃഖം സെക്കൻഡ് കൊണ്ട് മാറി. അതുകൊണ്ടല്ലേ മാർത്ത പറഞ്ഞത് 4 ദിവസമായി നാറ്റം വെച്ചു. കാര്യം പുള്ളിക്കാർ എന്ത് ചെയ്തു? അതുമായിട്ട് അങ്ങ് ഇഴുകിച്ചേർന്നു, പോയി. അപ്പോൾ യേശു ആ വാക്ക് പറഞ്ഞപ്പോൾ മനസ്സിലായി, യേശു വന്നല്ലോ, പിന്നെ ഞങ്ങളുടെ അനാഥത്വമൊക്കെ മാറി. അതുകൊണ്ട് യേശു അങ്ങ് വിട്, ലാസർ അങ്ങ് വിട്. അപ്പം അത് വിട്, ഞങ്ങൾ അങ്ങ് വിട്ടു. കാര്യം യേശു വന്നപ്പോൾ യേശു ഞങ്ങളുടെ ദുഃഖത്തിലും ഞങ്ങളുടെ സന്തോഷത്തിലും അല്ലെങ്കിൽ ഞങ്ങൾ അനുഭവിക്കുന്ന പ്രയാസത്തിൽ യേശു പങ്കാളിയായപ്പോൾ ഞങ്ങൾക്ക് ആ ദുഃഖം പെട്ടെന്ന് മറക്കേണ്ടി വന്നു. സ്തോത്രം. എമ്പതി. അപ്പോൾ യേശുവിൻ്റെ കണ്ണിന് പ്രത്യേകത എന്തുവാ? ഇഴുകിച്ചേരുക. അവരനുഭവിക്കുന്ന വിഷയങ്ങളോട് ഇഴുകിച്ചേരുക. വാസ്തവത്തിൽ എൻ്റെ യേശുവിന് ഇത്രമാത്രം ലോകത്തിൽ മുഖ്യ സ്ഥാനം വരേണ്ട കാര്യം ഇതാണ്. ഏതാ? ഇഴുകിച്ചേർന്ന ശുശ്രൂഷ. യേശു ഏത് സാഹചര്യത്തിൽ യേശു ഇഴുകിച്ചേരും, എസ്പെഷ്യലി അവരനുഭവിക്കുന്ന പ്രയാസത്തിൽ, കണ്ണുനീരിൽ. ഇന്ന് നമുക്കറിയാം ഒരു 95% വിശ്വാസികൾ പെന്തിക്കോസ് വന്നിട്ടുണ്ടെങ്കിൽ വിടുതലും കണ്ണുനീരും ദുഃഖങ്ങളും തകർച്ചകളും ആത്മഹത്യകളും ഇല്ലായ്മകളും ഒക്കെ അനുഭവിച്ചിട്ട് എന്തെങ്കിലും നഷ്ടപ്പെടുമെന്ന ചിന്ത വന്നപ്പോൾ ഏതെങ്കിലും പാസ്റ്ററോ ട്രാക്റ്റോ ഏതെങ്കിലും പ്രസംഗമോ ഒക്കെ കേട്ടപ്പോൾ ഇനി യേശുവിനെ കൂടെ പരീക്ഷിച്ചിട്ട് ആമെ ജീവിക്കാം മരിക്കാമെന്ന് ആഗ്രഹിച്ച് പരീക്ഷിച്ചപ്പോൾ ആ പരീക്ഷ ഒത്തു. പ്രൈസ് ഗോഡ്. കാര്യം നമുക്കറിയാം, സന്ധ്യ സിസ്റ്റർ 16 വർഷമായിട്ട് ഉറങ്ങിയിട്ട്, എന്നാൽ ഇവിടെ വന്ന് ദൈവസന്നിധിയിൽ ഒറ്റ വാക്ക് പ്രാർത്ഥിച്ചപ്പോൾ അവൾ കിടന്ന് ഉറങ്ങി. അപ്പോൾ പരീക്ഷിക്കാൻ വന്നു, പക്ഷെ അത് ഒത്തു. അപ്പോൾ അതുപോലത്തെ എത്രയോ വ്യക്തികൾ നമ്മുടെ ആമേ സ്തോത്രം ഗ്രേസ് സിസ്റ്റർ ആമേ ഇവിടെ വന്നു. ആമേ എന്ത് ഡോക്ടർമാരെ ചികിത്സ നോക്കി, പക്ഷേ ഇവിടെ നോക്കിയപ്പോൾ ദൈവം അത്ഭുതം ചെയ്തു. ദൈവാത്മാവ് സാഹചര്യത്തെ നോക്കി വിടുവിച്ചു. അപ്പം ഞാൻ പറഞ്ഞ അർത്ഥം, ആയിരക്കണക്കിന് വ്യക്തികൾ ദിവസം തോറും യേശുവിൻ്റെ സ്നേഹത്തിലേക്ക് വരേണ്ട മെയിൻ കാരണം അവിടെ പ്രശ്നത്തിൽ യേശു ഇഴുകിച്ചേർന്നു. അപ്പോൾ ഈ കണ്ണുനീര് എന്ത് കാണിക്കുന്നു? അവിടെ പ്രശ്നത്തിൽ ഇഴുകിച്ചേർന്നു. എമ്പതി കാണിക്കുന്നൊരു വ്യക്തിത്വം. ഹല്ലേലൂയ. കരങ്ങളൊന്ന് ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാമോ? അതുകൊണ്ടൊരു വാക്ക് പറയുന്നത് 1 യോഹന്നാന്റെ ലേഖനം 3:1 നമുക്കറിയാം. കാൺമീൻ, നാം ദൈവമക്കൾ വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര, ആ പിതാവിൻ്റെ ആ സ്നേഹം കണ്ണുനീരിൽ കൂടെ ഇവിടെ കാണിച്ചതാണ്. യഹൂദന്മാർ പറഞ്ഞത് നോക്കൂ, എന്താ പറയുക, നോക്കൂ ആ കുടുംബത്തിൽ എത്രമാത്രം എന്തുണ്ട് പ്രിയം, എന്ത് പ്രിയമെന്ന വാക്ക് കണ്ടോ. യേശു ആ കാര്യം ചെയ്തപ്പോൾ പബ്ലിക്ക് മനസ്സിലായി. വാസ്തവത്തിൽ ഇന്ന് രാവിലെ ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് ഈ വചനൻ്റെ അകത്തേക്ക് പെട്ടെന്ന് കയറി വന്നത്. ഞാനിവിടെ നേരത്തെ രാവിലെ തന്നെ വന്നു. നേരത്തെ എല്ലാവരും വരുന്നതിന് മുമ്പിൽ 1 മണിക്കൂറിലധികം മുമ്പ് ഞാൻ വന്നു ഇവിടെ നിന്ന് പ്രാർത്ഥിച്ച് വചനങ്ങൾ ധ്യാനിച്ച് 1-2 മറന്നു പോകാത്ത നോട്ട്സുകൾ പ്രിപ്പയർ ചെയ്ത് ആണ് ഞാൻ ഇന്ന് ഈ വചനം ശുശ്രൂഷിച്ച വാക്ക്. ഞാൻ പറഞ്ഞ അർത്ഥം എന്ന കാര്യം, എൻ്റെ യേശു ആ കുടുംബത്തിൽ ഇഴുകിച്ചേർന്നുകൊണ്ട് ആ കുടുംബത്തിന് പെട്ടെന്ന് ഒരു അനാഥത്വം മാറി. അതുകൊണ്ട് ഇന്ന് രാവിലെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ഉപവസിക്കുക, ഓൺലൈനിൽ കൂടെ ഈ ദൈവശബ്ദം കേൾക്കുന്ന ദൈവമക്കളോട് പറയാം, ആമേൻ, നമ്മളല്ല കരയുന്നത്, നമുക്ക് വേണ്ടി കർത്താവാണ് കരയുന്നത്. സ്വതന്ത്രം അങ്ങനെ ചിന്തിക്കണം. നമ്മുടെ പല പരിഹരിക്കാൻ പറ്റാത്ത വിഷയത്തിനകത്ത് നാം അല്ല കരയുന്നത്, നമ്മുടെ ദൈവമാണ് കരയുന്നത്. കാര്യം പിതാവിൻ്റെ സ്നേഹം പുത്രനിൽ കൂടെ ആമേ കണ്ണുനീരായി കാണിച്ചു വെളിപ്പെടുത്തി. അതുകൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ കണ്ണുനീര് എന്തായി മാറി? ഉയർപ്പായി മാറി. യേശു ക്രിസ്തുവിൻ്റെ കണ്ണ് എന്തായി മാറി? ഭാവിയായി മാറി. യേശു ക്രിസ്തുവിൻ്റെ കണ്ണിൽ എന്തായി മാറി? അനാഥത്വം മാറി. യേശു ക്രിസ്തുവിൻ്റെ കണ്ണിൽ എന്തായി മാറി? അവന് സഞ്ചരിപ്പാത്തക്കവണ്ണമുള്ള വഴികൾ തുറക്കുന്ന രീതിയിലോട്ടങ്ങ് മാറി. അത് പലപ്പോഴും പറയാറുണ്ട്, എൻ്റെ മമ്മിയുടെ കണ്ണീരാണ്, എൻ്റെ അമ്മയുടെ കണ്ണീരാണ്, അല്ലെങ്കിൽ എൻ്റെ അമ്മച്ചിയുടെ കണ്ണീരാണ്, അല്ലെങ്കിൽ എൻ്റെ അപ്പൻ്റെ കണ്ണീർ, അല്ലെങ്കിൽ സഭയുടെ കണ്ണീരാണ് ഞങ്ങൾ ഇത്രത്തോളം കൊണ്ടുവന്നു പറയാൻ കാരണം, ഈ ഉയർച്ച പ്രാപിച്ചതിന് അറിയാം ആരോ ഒരാൾ എനിക്ക് വേണ്ടി കരഞ്ഞു, അത്രേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ 76 സംഗീതത്തിൽ പ്രവാക്കുന്നത്, നിന്റെ കുറുംപ്രാവെന്ന് പറയുമ്പോൾ കരയുന്ന ഒരു പ്രാവെന്നാണ്. ആ കുറുംപ്രാവെന്ന് പറയുമ്പോൾ പ്രാർത്ഥിക്കുന്ന
ഒരു അമ്മയെയോ പ്രാർത്ഥിക്കുന്ന അപ്പനെയോ പ്രാർത്ഥിക്കുന്ന സഭയോ പാസ്റ്ററയോ ഒക്കെ തെളിയിക്കുന്ന വാക്കാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ ആ കുറുമ്പ്രാവിന് ദുഷ്ടമൃഗം പിടിച്ചുകൊണ്ട് പോയാൽ പിന്നെ കരയാൻ ആളില്ല. കരയാൻ ആളില്ലെങ്കിൽ ഭാവി പോയി, കരയാൻ ആളില്ലെങ്കിൽ ഉയർച്ച പോയി, കരയാൻ ആളില്ലെങ്കിൽ നമ്മുടെ നന്മ പോയി, കരയാൻ ആളില്ലെങ്കിൽ നമ്മുടെ വിശാലത പോയി. അപ്പം അങ്ങനെയാണെങ്കിൽ കരയാൻ ഒരു വീട്ടുകാർ വേണമെന്നാണ്, കരയാൻ ഒരു വ്യക്തി വേണമെന്നാണ്, കരയാൻ ഒരു അമ്മ വേണം, അപ്പൻ വേണം, കരയാൻ ഒരു പാസ്റ്റർ വേണം, കരയാൻ സഭ വേണം. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാവിലെ സമയം പറയാം, യേശു എനിക്ക് വേണ്ടി കരയുന്നു. അവയോ ഇവിടെ വന്ന് മാർത്തയുടെ വീട്ടിലും മറിയയുടെ വീട്ടിലും കല്ലറയ്ക്ക് കിടക്കുന്നതായ ലാസറിന് വേണ്ടി യേശു കരഞ്ഞു. ആ കരച്ചിൽ എന്തായി മാറി? ഉയർപ്പായി മാറി. ആ കരച്ചിൽ ഉയർപ്പായി മാറി. ലാസർ യേശുവിൻ്റെ കൂടെ പന്തി ഇരുന്നപ്പോൾ യേശു ഒരു ചെറിയ ചിന്ത നമ്മൾ മനുഷ്യ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ തിരിഞ്ഞിട്ട് വേടാ, എൻ്റെ കണ്ണിൻ്റെ ഫലമാണിതായിരിക്കുന്നത്. പറഞ്ഞത് ആൻറ്റി പറഞ്ഞേ, എൻ്റെ കണ്ണുനീർ. ഞാൻ അന്ന് കരഞ്ഞില്ലായിരുന്നെങ്കിൽ ഇവനന്നേ മണ്ണിനും മണ്ണും ചാരത്ത് ചാരും പൂഴിക്ക് പൂഴിയായി പോയേനെ. പക്ഷെ അന്ന് എൻ്റെ ഒരു കണ്ണുനീര് അവിടെ പോയി വീണത് കൊണ്ടത് എൻ്റെ കൂടെ ഇരുന്ന് പന്തി പോയിരിക്കുന്നു. ഇത് നമ്മുടെ തലമുറ ഓർത്ത് പറയാൻ പറ്റും അല്ലേ ആൻറ്റി? നമ്മുടെ കുടുംബത്തെ ഓർത്ത് പറയാൻ പറ്റും, നമ്മുടെ സഭയെ ഓർത്ത് പറയാൻ പറ്റും, നമ്മൾ അനുഭവിക്കുന്ന പല ഉയർച്ചയെക്കുറിച്ച് പറയാൻ പറ്റും. നമ്മുടെ കണ്ണുനീര് വീണിട്ടുള്ള എല്ലാ മണ്ണും എല്ലാ വീടും എല്ലാ നന്മകളും ആമയെ കണ്ണുനീരിൽ കൂടെയാണ് വന്നു. അതുകൊണ്ട് ആ കണ്ണുനീരിന് അതിൻ്റെ വലിയ ഫലമുണ്ടെന്നാണ് അർത്ഥം. യേശുവിൻ്റെ കരച്ചിൻ്റെ പ്രത്യേകതയാണ് ഞാൻ പറഞ്ഞ വാക്ക്. ആഴമായ സ്നേഹം കാണിച്ചു. ഭാവി എന്ന ഒത്തിരി കാര്യങ്ങൾ യേശുക്രിസ്തുവിൻ്റെ വിഷയത്തെക്കുറിച്ച് നാം പറഞ്ഞ വാക്ക്. അപ്പോൾ അതിനകത്ത് ഒരു ചിന്ത കൂടി ആ വാക്ക് പറയാം. മനുഷ്യൻ ആർ, അവിടെ ദുഃഖം ഞാൻ എല്ലായ്പ്പോഴും അറിയുന്നു എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ പരിമിതി ആർക്കറിയാം? ദൈവത്തിനറിയാം. നമ്മുടെ പരിമിതി ആർക്കറിയാം? ദൈവത്തിനറിയാം. പക്ഷേ ഈ പരിമിതിയെ എങ്ങനെ മാറ്റണം? ഒന്നീ ശാസിച്ച് പിശാചിനെ മാറ്റാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും നിലപാട് പ്രാർത്ഥിച്ച് മാറ്റാം. പക്ഷേ യേശു ഇവിടുത്തെ പരിമിതിയെ മനസ്സിലാക്കിയത് കണ്ണുനീര് കൊണ്ടേ പരിഹാരം വരുത്തിയത്. അപ്പോൾ ഇവിടെ എന്ത് വേണം? കണ്ണുനീരാണ്. ചിലത് ശാസിച്ചിട്ടുണ്ട് യേശു ചിലടത്ത് എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ യേശു എന്ത് ചെയ്തു? ഫസ്റ്റ് ചെയ്ത വാക്ക് യേശുവിൻ്റെ കണ്ണുനീരായിരുന്നു. അപ്പോൾ നമ്മുടെ സർക്കംസ്റ്റാൻസ്, നമ്മുടെ സാഹചര്യം മൊത്തം ആർക്കറിയാം? നമ്മുടെ കോണ്ടെക്സ്റ്റ് കർത്താനാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ആലയത്തിരുന്ന് പ്രാർത്ഥിക്കുകയോ ഈ ഓൺലൈനിൽ കൂടെ നമ്മൾ സംബന്ധിക്കുകയോ ഒക്കെ ചെയ്യുന്നുവെങ്കിൽ ഒരു കാര്യം, നമ്മുടെ യേശുവിൻ്റെ കണ്ണുനീരിൻ്റെ ഫലമാണ് ഞാൻ എന്ന് നാം ഇന്ന് പറയണം. ഒരു ആമയം പറയാമോ? സ്തോത്രം. അതിനകത്ത് ഒരു ചെറിയൊരു ചിന്ത കൂടി പെട്ടെന്ന് പറഞ്ഞ് ഞാൻ നിർത്താം. അതിനകത്ത് 84-ാം സങ്കീർത്തനത്തിൻ്റെ 6-ാമത്തെ വാക്ക് വായിക്കാമോ? 84-ാം സങ്കീർത്തനം 6-ാമത്തെ വാക്യം. കണ്ണുനീർ താഴ്വര. അവിടെ നിങ്ങൾ എഴുതാം ബാഹ എന്നൊരു പദമുണ്ട്. ബാഹ. ഈ ബാഹ എന്ന പദമാണ് 84-ാം സങ്കീർത്തനം 6-ാമത്തെ ബാഹ. ബാഹ താഴ്വര. ബാഹ താഴ്വര എന്ന് പറഞ്ഞാൽ കണ്ണുനീരിൻ്റെ താഴ്വര. നോക്ക്, ബാഹ താഴ്വരയെ കൂടി പോയവരെ എന്ത് ചെയ്തു? ആ വാക്ക് കണ്ണുനീർ താഴ്വരയെ കൂടി വായിച്ചോ? ആ വാക്ക് വായിച്ച. അവൻ അതിനെ ജലാശയമാക്കി തീർന്നു. അടുത്ത വാക്യം മുൻമഴയാൽ അത് അനുഗ്രഹം. ആദ്യം എന്താ? ആ ബാഹ താഴ്വര എന്ന് പറയുമ്പോൾ അത് കണ്ണുനീർ താഴ്വരയാണ്. ഈ കണ്ണുനീർ താഴ്വര എന്തായി മാറി? അനുഗ്രഹ താഴ്വരയായി മാറി. അതുകൊണ്ട് 84 വാക്കാണ്, ഈ കണ്ണുനീർ താഴ്വര നടന്നാലും അവൻ ജലാശയമാക്കും. അതുപോലെ യേശു ക്രിസ്തുവിന്റെ കണ്ണുനീര് ആ കുടുംബത്തിന് അനുഗ്രഹമായി മാറി. സ്തോത്ര. പ്രൈസ് ഗോഡ്. അത് യേശു 80 കാണിച്ചു. യേശു നമുക്ക് അനുകൂലമെന്ന് മനസ്സിലായി. യേശുവിന്റെ സ്നേഹം പ്രകടിപ്പിച്ചു. യേശുവിന്റെ ബന്ധത്തിന് ശക്തി മനസ്സിലാക്കി. ഇതെല്ലാം മനസ്സിലാക്കിയപ്പോൾ അവസാന ഒരു വാക്ക്, ലാസർ കം ഔട്ട് എന്നൊരു വാക്ക് പറഞ്ഞു. ലാസർ നീ പുറത്തു വന്നപ്പോഴോ പുള്ളി നേരെ വന്ന് നിൽക്കുന്നു. അപ്പോൾ ഒരാൾ പറയാണ്, കണ്ടോ യേശുവിൻ്റെ കണ്ണുനീരാണ് ലാസർ പുറത്ത്. അപ്പോൾ ഒരു ബാഹ താഴ്വര എന്തേ കാണിക്കുന്നത്? കണ്ണുനീർ താഴ്വര നമ്മൾ എന്തോ കാണിക്കുന്നു? പറഞ്ഞാൽ നമ്മൾ പറയും, കർത്താവേ പാസ്റ്റേ അല്ലെ ദൈവമേ എന്താണ് എൻ്റെ കണ്ണിൽ നിന്ന് ശമനം വരുന്നുവെന്ന് പറയാം. ദൈവം വരുന്നുണ്ട്. ആ ലാസർ പുറത്ത് വരുന്നത് വരെ നീ ഒന്ന് ജസ്റ്റ് ചെയ്യണം. അതൊരു കണ്ണിൻ്റെ താഴ്വര, അത് ബാഹ താഴ്വരയാണ്. പക്ഷേ അതെന്തായി മാറും? ഓരോ തുള്ളി കണ്ണുനീരും അത് അനുഗ്രഹത്തിൻ്റെ നദിയായി വരുമെന്നാണ്. മനസ്സിലാകുന്നുണ്ടോ? അനുഗ്രഹ നദിയായി വരുമെന്നാണ്. അപ്പോൾ കരച്ചിലെന്നുണ്ട് അതിന്. ഇനി ഞാൻ ആ ഭാഗത്ത് ഒരു ചിന്തയോട് നിർത്താം. ഒന്ന്, ഞാൻ പറഞ്ഞു ഇത് യേശുവിനെ കണ്ണിൻ്റെ പ്രത്യേകതയാണ്. കണ്ണിൻ്റെ പ്രത്യേകത വാക്കാണ്. സ്തോത്രം. അവിടെ പറയാം TS ഓഫ് ജീസസ് എന്നാണ്. TS മീൻസ് TEARS ആണ്, ഓഫ് ജീസസ് എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ
കണ്ണുനീരെന്നാണ്. എന്നാൽ ഇവിടെ ഹ്യൂമൻ ടീയേഴ്സ് എന്ന പദമുണ്ട്, മനുഷ്യൻ്റെ കണ്ണുനീർ. എന്താ ഇന്ന് അവിടെ കണ്ണുനീരിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് ടെമ്പററിയാണ്. എന്താണ്? ടെമ്പററിയാണ്. ആ ടെമ്പററിക്കകത്ത് അതിന് നോട്ട്സിനകത്ത് കൊടുത്തിരിക്കുന്ന വാക്കിതാകുന്നു, അവൻ്റെ കണ്ണിനെ ക്ലീൻ ചെയ്യാൻ തക്കവണ്ണം മാത്രമേ മനുഷ്യൻ കരയുന്നുള്ളതാണ്. മനുഷ്യൻ്റെ കണ്ണിൽ എന്താണ്? കണ്ണ് ക്ലീൻ ചെയ്യണം. പൊടി വന്ന് വീണു എന്ത് ചെയ്യും? അപ്പോൾ പെട്ടെന്ന് കണ്ണീര് വന്നു, കണ്ണ് ക്ലീൻ ചെയ്തു. അതെന്തിനു വേണ്ടി അല്ലായിരുന്നു? ഒരു മീൻസ് ഒരു സങ്കടം വന്നാൽ കരയും, ഒരു സന്തോഷം വന്നാലും കരയും. പക്ഷേ അവൻ അതെന്ത് പെട്ടെന്ന് എന്ത് ചെയ്യും? തീർന്നു. പക്ഷേ യേശുവിൻ്റെ കണ്ണീരോ? യേശുവിൻ്റെ കണ്ണീരോ ഒരു ദിവസം കൊണ്ടോ അത് കണ്ണ് ക്ലീൻ ചെയ്യാൻ തക്ക കരച്ചിലായിരുന്നോ? അല്ല. പിന്നെന്തിനു വേണ്ടിയായിരുന്നു? അത് ഉയർച്ചയ്ക്ക് വേണ്ടി, ഉയർപ്പിന് വേണ്ടി കണ്ണീരായിരുന്നു. അപ്പം മനുഷ്യൻ്റെ കണ്ണുനീര് ചില ഉദ്ദേശങ്ങൾക്ക് മാത്രം നിന്നു മാറി. പക്ഷെ യേശുവിൻ്റെ കണ്ണീര് ഒരു ഉദ്ദേശം മാത്രമല്ല, പല ഉദ്ദേശം നടക്കുന്നവിടെ വാക്ക്. പ്രൈസ് ഗോഡ്. അപ്പോൾ യേശു നോക്കേ, ഞാൻ ആ ഭാഗം വായിക്കുക. യോഹന്ന സുവിശേഷം 11:31 വായിച്ചു. രണ്ടാമത്തെ വാക്ക് ലൂക്കോസ് സുവിശേഷം 19-ാം അധ്യായത്തിന് 41-ാമത്തെ വാക്യം വായിക്കാമോ? ലൂക്കോസ് സുവിശേഷം 19-ാം അധ്യായം 41-ാമത്തെ വാക്യം വായിക്കാമോ? അവൻ നഗരത്തിന് സമീപിച്ചപ്പോൾ അതിനെ കണ്ട് അതിനെക്കുറിച്ച് കരഞ്ഞു. യേശു 3 പ്രാവശ്യം കരഞ്ഞുമായിട്ട് തെളിവ് പറയും. ഒന്ന്, ലാസറിന്റെ കല്ലറയിൽ വന്ന് യേശു ഇത് കരഞ്ഞു. 2, യെരൂശലേം നഗരത്തിന്റെ അധപ്പതനവും അവിടുത്തെ പരാജയം കണ്ടുകൊണ്ട് കർത്താവ് കരഞ്ഞു. ഇനി 3-ാമത്തെ വാക്ക് എബ്രായലേഖനം 5:7 വാക്യം. എബ്രായലേഖനം 5:7 വാക്യം പെട്ടെന്ന് വായിക്കാം. ഞാൻ പ്രാർത്ഥിക്കാൻ പോകണം. വായിച്ചേ. ക്രിസ്തു തന്റെ ഐഹിക ജീവകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയാചനയും കഴിക്കുകയും. എവിടെ വെച്ചാ? ഗെത്സമനെ തോട്ടത്തിൽ വെച്ച് യേശു ജനത്തിന്റെ സകല പാപത്തെയും കണ്ടു. ഞാൻ ഓർത്തോണം, ലാസറിന്റെ ആ കല്ലറയ്ക്കൽ മാത്രം യേശുവിനെ കരച്ച് ഒതുങ്ങിയില്ല. ആ കരച്ചിൽ എങ്ങോട്ട് കയറി വന്നു? യെരൂശലേം എന്ന ആ വിശുദ്ധ നഗരം, അമ്മയുടെ ആശ്വാസം കൊടുക്കുന്ന നഗരം, ഇന്ന് ദുഃഖപുത്രിയുടെ അല്ലെങ്കിൽ വിലാപം മാത്രം പൊങ്ങിവിടുന്ന ഒരു ദേശമായി വന്നപ്പോൾ ആ സന്തോഷം വിലാപമായി മാറിയല്ലോ എന്ന് ഓർത്തിട്ട് യെരൂശലേമിന്റെ അധപ്പതനം കണ്ടിട്ട് യേശുവിന്റെ കണ്ണുനീരൊഴിച്ചു. തീർന്നില്ല. അവ 3-ാമത്തെ കരച്ചിൽ യേശു ജനിച്ചവർക്കും ജനിക്കാൻ പോകുന്നവർക്ക് വേണ്ടിയുള്ള ഒരു മകോ സമൂഹത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ഗത്സമന എന്ന വേദനിക്കുന്ന തോട്ടത്തിൽ പോയിട്ട് യേശു അഗാധമായി കരഞ്ഞു. അങ്ങനെ 3 പ്രാവശ്യം യേശു വേദനയോടെ കരഞ്ഞു. ഈ 3 പ്രാർത്ഥന യേശുവിന്റെ കണ്ണീര് പ്രാർത്ഥനയായിരുന്നു. ഈ 3 പ്രാർത്ഥനയും എന്തായി മാറി? റിസൾട്ടായി മാറി. ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണം. ഒരിക്കൽ യിരെമ്യാ പറഞ്ഞു, എൻ്റെ കണ്ണ് മൊത്തം കണ്ണുനീരും, അടുത്ത് എൻ്റെ തല മൊത്തം വെള്ളവുമായിരുന്നുവെങ്കിൽ ഈ ജനത്തിന് വേണ്ടി കരയുമായിരുന്നു. ഞാനൊരു കാര്യം പറയാം. ഇപ്പോഴത്തെ നമ്മുടെ കോൺടെക്സ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അധികം കരയുന്നത് രാജ്യത്തിന് വേണ്ടിയാണോ? അല്ല. ഒരു സമൂഹത്തിന് വേണ്ടിയാണോ? അല്ല. ചിലപ്പോൾ സഭയ്ക്ക് വേണ്ടി കരയുമായിരിക്കാം. എന്നാൽ നമ്മുടെ മനുഷ്യൻ്റെ കണ്ണുനീരെന്ന് പറയുന്നത് അവരുടെ കുഞ്ഞുങ്ങളുമായി ബന്ധപ്പെട്ട കാര്യമാണ്. 24 hours നാവിൽ വരുന്ന ഒരു വർത്തമാനം, അവരുടെ തലമുറ, അവരുടെ ദാരിദ്ര്യം, അവരുടെ കുടുംബത്തിനകത്തുള്ള പദ്ധതിക്കാണ്. പക്ഷേ യേശുവിൻ്റെ പ്രാർത്ഥന അതല്ല. യേശുവിൻ്റെ പ്രാർത്ഥന ഒരു കുടുംബത്തിന് വേണ്ടിയുള്ള, വ്യക്തിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന കരച്ചിലുണ്ടായെന്ന് പറഞ്ഞു. ഇപ്പോൾ യെരൂശലേം എന്ന വിശുദ്ധ നഗരം ഒന്ന് വായിച്ചു നിർത്താം. ആ ഭാഗം വിലാപം 1-ാമത്തെ വാക്ക് ഒന്ന് വായിച്ചു നിർത്തിയത് എന്തുകൊണ്ട്? ഞാനത് പിന്നെ ഒരിക്കൽ ദൈവ നിയോഗപ്രകാരം സംസാരിക്കാം. അയ്യോ, ജനപൂർണിയായിരുന്നു നഗരം ഏകാന്തതയായിരിക്കുന്നത് എങ്ങനെ? ജാതികളിൽ മഹതിയായിരുന്നവൾ വിധവയെ പോലെ ആയതെങ്ങനെ? സംസ്ഥാനങ്ങളുടെ നായികയായിരുന്നവൾ ഊഴിയ വേലക്കാരി ആയതെങ്ങനെ? രാത്രിയിൽ അവൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നു, അവളുടെ കവിൾത്തടങ്ങളിൽ കണ്ണുനീർ കാണുന്നു. അവളുടെ സകല പ്രിയന്മാരിലും അവളെ ആശ്വസിപ്പിപ്പാൻ ആരുമില്ല. അപ്പോൾ യെരൂശലേമിനെ കുറിച്ചുള്ള ലിസ്റ്റാണ് ആ വിലാപം 1-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം പ്രവാക്കാൻ. ഇത്രയും വിശേഷത നഗരം,
അവൻ ജനപൂർണമായ നഗരം ആളില്ലാതായി മാറി. ഉല്ലാസം ധരിച്ച നഗരം വിലാപമായി മാറി. ഇതിൻ്റെ അധപ്പനെ കണ്ടുകൊണ്ട് ഒരു ദേശത്തെ കണ്ടുകൊണ്ട് യേശു കരഞ്ഞു. കരങ്ങളെ ഓർത്ത് കർത്താവ് സ്തോത്രം ചെയ്യാം. ഗത്സമന തോട്ടത്തിനകത്ത് എന്നെയും നിങ്ങളെ കണ്ടിട്ട് ഒരു വലിയ സമൂഹത്തെ ആദാമിന്റെ വർക്കത്തിൽ പാപിയാച്ചുവെന്ന മനുഷ്യനെ രണ്ടാം ആദാമായ യേശു ക്രിസ്തു കരഞ്ഞുകൊണ്ട് സമൂഹത്തെ മൊത്തം വിടുവിച്ച് ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം യേശു കരഞ്ഞു. ഇന്ന് രാവിലെ ഓർത്തോണ് യേശുവിന്റെ കരച്ചിന് പ്രത്യേകം നാം മനസ്സിലാക്കി. എന്നാൽ മനുഷ്യന്റെ കരച്ചിൽ പ്രത്യേകം മനസ്സിലാക്കി. ഏത് കരച്ചിലാണ് ഇറ്റ്സ് എഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ യേശുവിന്റെ കരച്ചിൽ മാത്രമേ ഏറ്റവും വലിയ. എന്നാൽ യേശുവിന്റെ കരച്ചിൽ നിൽക്കുന്ന ദിവസമുണ്ട്, നമ്മുടെ കരച്ചിൽ നിൽക്കുന്ന ദിവസമുണ്ട്. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം 4-ാമത്തെ വാക്യം. ഞാൻ മറ്റു ദിവസം വിശാലം പ്രസംഗിക്കാം. പെട്ടെന്ന് ദൂതിന് വേണ്ടി മാത്രം ഞാൻ വാക്ക് വായിപ്പിച്ചു. അവൻ അവരുടെ കണ്ണുനീരിൽ നിന്ന് കണ്ണുനീർ എല്ലാം തുടച്ചു കളയും. അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ എല്ലാം തുടച്ചു കളയും. അവൻ അവരെ കണ്ണിൽ നിന്നും കണ്ണുനീരെല്ലാം തുടച്ചു. വായിച്ചോ സ്വത്ര. ഇനി മരണമില്ല, ദുഃഖവും മുറവിളിയുമില്ല, കഷ്ടതയും ഇനി ഉണ്ടാകയില്ല. അടുത്ത വാക്യം. ഒന്നാമത്തേത് കഴിഞ്ഞുപോയി. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ ഇതാ ഞാൻ സകലവും പുതുതായി. അപ്പോൾ യേശുവിന്റെ കരച്ചിൽ പ്രത്യേകത എന്താ? സകലവും പുതുതായി വരുന്നത് വരെയും യേശു പഴയതിനെ ഓർത്ത് കരഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പൊ യേശുവിന്റെ കരച്ചിലും നമ്മുടെ കരച്ചിലും സ്റ്റോപ്പാകുന്നത് ദിവസം ദൈവരാജ്യ പ്രവേശനത്തിൽ പുതിയ ആകാശവും പുതിയ ഭൂമിയും നമുക്കും യേശുവിന് വേണ്ടി യേശുവും അതിനകത്ത് പ്രവേശിക്കുമ്പോൾ മാത്രമാണ് യേശുവിനെ കണ്ണിൽ നിന്നും ശമനം വരുന്നത്. നമ്മുടെ കണ്ണിനും കണ്ണുനീരിൻ്റെ ശമനം വരുന്ന വാക്ക്. അതുവരെ എന്ത് ഓർന്നുകൊണ്ടിരിക്കും? അത് വ്യക്തിപരമായിരുന്നാലും കുടുംബത്തിരുന്നാലും ശരി, ഒറ്റയ്ക്ക് ഇരുന്നാലും ശരി, യാത്ര ഇരുന്നാലും ശരി, ചില അനുഭവങ്ങൾ നമ്മൾ ഓർക്കുമ്പോഴോ അനുഭവം വരുമ്പോഴോ ഒക്കെ നമ്മൾ എന്ത് ചെയ്യും? കരഞ്ഞുകൊണ്ടേയിരിക്കും. ഇന്ന് രാവിലെ ഞാൻ വിശാലമായിട്ടല്ല ദൂത് പ്രസംഗിച്ചത്, പോയിന്റ് ഔട്ട് ചെയ്ത് മാത്രമേ ഉള്ളൂ. ഒരു കാര്യം ഓർത്തോണം, യേശുവിൻ്റെ കരച്ചിൻ്റെ പ്രത്യേകത നമുക്ക് മനസ്സിലായി, നമ്മുടെ കരച്ചിൻ്റെ പ്രത്യേകത മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടുന്ന് സൈലൻ്റ് ആയാൽ നമുക്ക് വേണ്ടി കരയാൻ ആരുണ്ട്? യേശുണ്ട്. അതുകൊണ്ടാണ് ശൂലേം ഒരിക്കൽ പറഞ്ഞ വാക്കാണ്, നമുക്കറിയാം, നമ്മളെപ്പോഴും വായിക്കുന്ന വാക്കാണ്. 5-ാം അധ്യായത്തിൻ്റെ 8-9 വാക്യത്തിനകത്ത് അവിടുത്തെ സഹോദരിമാരെല്ലാം കൂടി കൂട്ടം നിന്നുകൊണ്ട് ശൂലേമിയുടെ വാക്ക് ചോദിച്ചു, നീ എപ്പോഴും ആരെക്കുറിച്ച് പറയുന്നത്? ഇടയ ചെറുക്കനെ കുറിച്ചാണ് നീ പറയുന്നത്. അങ്ങനെ ഇങ്ങനെ എൻ്റെ ഇടയ ചെറുക്കനെ കുറിച്ച് എന്ത് വിശേഷതയുണ്ട് എന്ന് നിനക്ക് പറയാമെന്ന് ചോദിച്ചപ്പോൾ 8-ാം അധ്യായം 9-ാം അധ്യായം ആ ചോദ്യമായിരുന്നു. പക്ഷെ 10-ാമത്തെ വാക്യം വാ തുറന്ന് പറഞ്ഞു, അവൾ ഇടയൻ ആരാണ്, അവൾ പ്രതീക്ഷിച്ച വ്യക്തി ആരാണ് എന്ന് പറഞ്ഞ അമ്മ നാരകത്തിന് കീഴെ പ്രസവിച്ചിട്ടിട്ട് പോയപ്പോൾ ആര് ഉപ്പ് തേക്കാനോ കുളിപ്പിക്കുവാനോ കഴിയാതെ വണ്ണം ഉറുമ മൊത്തം അരിച്ചു കിടന്ന ഒരു വ്യഭിചാരത്ത് ജനിക്കപ്പെട്ട ഒരു സ്ത്രീയായ ആ സ്ത്രീയിൽ നിന്ന് ജനിക്കപ്പെട്ട ഈ കുഞ്ഞ് ഒരു അനാഥത്തോടുകൂടി നാരക ചുവട്ടിൽ ഉറുമ്പ് കയറി കിടക്കുമ്പോൾ ആർക്കും അവളോട് കരുണ തോന്നാതെ അവളെ മരണത്തിന് ഏൽപ്പിച്ചിട്ട് പോയ അമ്മ ക്രൂര സ്ത്രീയായിരുന്നു. ആ ക്രൂര സ്ത്രീയുടെ ആ പ്രസവിച്ച അമ്മയുടെ ആ സ്നേഹം നഷ്ടപ്പെട്ടു പോയപ്പോൾ ആടിനെ മേച്ചു കൊണ്ടുവന്ന ഇടയ ചെറുക്കനായിരുന്നു. ഈ കുഞ്ഞിൻ്റെ കണ്ണുനീരും ഈ കുഞ്ഞ് ദേഹത്ത് കഴിക്കുന്നതായ അഴുക്കും അപ്പോൾ ഉറുമ്പിൻ്റെ ഈ ശക്തി കണ്ടിട്ട് അവൻ അതിനെടുത്തു കൊണ്ടുപോയി പൊക്കൽക്കൂടി മുറിച്ച് ആ കുഞ്ഞിനെ ആ സ്തോത്രം കുളിപ്പിച്ച് ഉറുമ്പിനെ മാറ്റി നല്ലതായിട്ട് വളർത്തിയെടുത്തത് മൊത്തം ആ ഇടയ ചെറുക്കനായിരുന്നു. എന്ന് പറഞ്ഞാൽ അവളെ മരണത്തിന് വിട്ടുകൊടുക്കാത്ത ഒരു വ്യക്തിയായിരുന്നു ഇടയ ചെറുക്കൻ. സ്തോത്രം. അതുകൊണ്ടാണ് അവൾ പറഞ്ഞ വാക്ക്, ഇവനെത്ര എൻ്റെ സ്നേഹിതൻ, ഇവനെത്ര എൻ്റെ പ്രിയൻ. നമ്മൾ രാവിലെ ഈ ഉപവാസ പ്രാർത്ഥന പറയാം, നമുക്ക് വേണ്ടി കരയാൻ, നമുക്ക് വേണ്ടി കരുതാൻ, നമുക്ക് വേണ്ടി നടത്താൻ, നമ്മെ പരിപാലിക്കാൻ യേശുവിനെ പോലെ ആരുമില്ല. ഒരു നിമിഷം നമ്മുടെ കണ്ണടച്ച് പറയാം, കർത്താവേ, ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഞാൻ ഇങ്ങനെ ആയത് മൊത്തം എനിക്ക് വേണ്ടി കരയുന്ന ഒരു യേശുവെന്ന് മാത്രമാണ്. ആമേൻ. നമ്മുടെ വിലാപങ്ങളെ മൊത്തം നൃത്തമാക്കി നമ്മുടെ രക്തം മൊത്തം അഴിച്ചു മാറ്റി സന്തോഷം ഒളിപ്പിച്ച് നമ്മെ ഈ അത്ഭുത ഉയർച്ചയിലേക്ക് നമ്മെ കൊണ്ടുവന്ന ആ ദൈവത്തിൻ്റെ വിശേഷതകളെ ഒരു നിമിഷം കൂടി കണ്ണടച്ച് നമ്മൾ ദൈവത്തോട് പറയാമോ? കർത്താവേ, യേശു കണ്ണുനീര് വാർത്തത് കൊണ്ട് യഹൂദന്മാർ പറയാം, കണ്ടോ
അവൻ എത്ര പ്രിയമുണ്ട് ആ കുടുംബത്തോട്. യെസ്, പരസ്യമായിട്ടുള്ള ഒരു വിടുതലിൻ്റെ ശബ്ദമാണ് അതിനകത്തുള്ള വാക്ക്. നമുക്ക് ഈ ദിവസം പറയാം, കർത്താവേ എൻ്റെ ജീവിതത്തിനകത്ത് മാറ്റങ്ങൾ ഉണ്ടാകും, അത്ഭുത ദൈവാത്മനിക്ക് തരും, വിശേഷപ്പെട്ട നന്മകൾ സഞ്ചരിപ്പാൻ കർത്താവിനെയായി തരും. ദൈവസന്നിധി കർത്താവിന് പറയാം, ഹല്ലേലൂയ. എൻ്റെ കണ്ണീർ തുടച്ചവനേ, എന്നെ മാർവോടു ചേർത്തവനേ, എൻ്റെ കണ്ണീർ തുടച്ചവനേ, എന്നെ മാറോടു ചേർത്തവനേ. ഓ നന്ദിയോടെ ഞാൻ പാടിടുമേ, മണ്ണിൽ ഞാനുള്ള നാളുകൾ. നന്ദിയോടെ ഞാൻ പാടിടുമേ, മണ്ണിൽ ഞാനുള്ള നാളുകൾ. മറവീടത്തിൽ എന്നെ മറയ്ക്കണേ നാഥ, മരുവിൽ മറവീടം നീ മാത്രം. മനുകുലത്തിൽ എന്നെ മാനവരെല്ലാം മറന്നപ്പോൾ നീ കരുതിയല്ലോ. മനുകുലത്തിൽ എന്നെ മാനവരെല്ലാം മറന്നപ്പോൾ നീ കരുതിയല്ലോ.